ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി എടുത്തത്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു പുഡിങ്ങാണ്. ഇതൊരു മൂസാണ്. ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ മൂസ്. ആപ്പിൾ കൊണ്ടൊരു എളുപ്പത്തിലൊരു മൂസ് തയ്യാറാക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇടത്തരം സൈസിലെ ആപ്പിൾ 4 എണ്ണം തൊലി കളഞ്ഞ് കഷ്ണങ്ങളായി മുറിച്ചത്, വെള്ളം 1.5 കപ്പ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ജലാറ്റിൻ 1 ടേബിൾ സ്പൂൺ, ജലറ്റിൻ കുതിർക്കാൻ ആവശ്യമുള്ള ഐസ് വാട്ടർ 3-4 ടേബിൾ സ്പൂൺ, വിപ്പിംഗ് ക്രീം 1 കപ്പ്. നമ്മൾക്കിനി ആപ്പിൾ മൂസ് തയ്യാറാക്കാം. അപ്പോൾ ആപ്പിൾ മൂസ് എന്ന് പറഞ്ഞാൽ ശരിക്കും മൂസ് എന്ന് പറയുന്നത് വളരെ ഫ്ലഫി ആയിട്ട് അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ളൊരു ടെക്സ്ചറാണ്. ഇങ്ങനെ ഫെദർ പോലെ ഇരിക്കുന്ന ഒരു പാകമാണത്. അതൊരു ഡിസേർട്ട് ഐറ്റമാണ്. ഒരു പുഡിങ് പോലെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. പല ടൈപ്പ് ഓഫ് മൂസ് ഉണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ് മൂസ്, വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ വെച്ചിട്ടുള്ള മൂസ്. അതുപോലൊരു മൂസാണ് നമ്മൾ ചെയ്യുന്നത്. മൂസ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് പുഡിങ് ജലാറ്റിൻ ചേർത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പോവാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മളിവിടെ ആപ്പിൾ മൂസാണ്. അതുകൊണ്ട് തന്നെ ആപ്പിളാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ പ്രധാന ചേരുവ. അപ്പോൾ ഒരു 4 ആപ്പിൾ ഇടത്തരം സൈസിലെടുത്തിട്ട് തൊലി കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, അടുപ്പിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ പീസസ്, അത് വേകാൻ ആവശ്യമുള്ള വെള്ളം 1-1.5 കപ്പ് വെള്ളം വേണ്ടി വരും. പാകത്തിനൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിനോടൊപ്പം പഞ്ചസാരയും കൂടി ചേർത്ത് വേവിക്കണം. ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക പഞ്ചസാര, അതും കൂടി ചേർത്തിട്ട് വേവിക്കാം. അപ്പോൾ ഇത് പാകത്തിന് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും വെന്തു എന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ അതിൽ ഇച്ചിരി ഈ ഷുഗർ സിറപ്പും ബാക്കിയുണ്ടാവും കുറച്ച്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല ഒരു ബ്ലെൻഡറിലിട്ടിട്ടൊന്ന് പ്യൂറി ആക്കണം. എന്നിട്ടത് ഒരു അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ പൾപ്പ് അല്ലെങ്കിൽ സത്ത് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ആ ഒരു വെന്തിട്ട് അരിച്ചെടുത്ത ഫോം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ആപ്പിൾ പ്യൂറി ഇവിടെ റെഡിയാണ്. കണ്ടില്ലേ, ഒരു ആപ്പിൾ സോസ് പോലെയാണത്. നല്ല ഇത് ഞാൻ അരിപ്പയിലൂടെ അരച്ചിട്ട് ആപ്പിൾ പീസസ് വേവിച്ചു. അത് കഴിഞ്ഞ് മിക്സി ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്ലെൻഡറോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് അരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുത്ത സത്താണ് ഇത്. ആപ്പിൾ സോസാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ടില്ല, 2 ടേബിൾ സ്പൂൺ വേവിച്ച്. ഇത് അളവ് പറയാനാണെങ്കിൽ ഇങ്ങനെ ഒരു പ്യൂറി ഫോമിൽ നമുക്കിതൊരു ഏതാണ്ട് ഒരു 3 കപ്പ് അടുപ്പിച്ചുണ്ടാവും, 3 കപ്പോളം ഉണ്ടാകും. പിന്നെ വിപ്പിംഗ് ക്രീം ഇപ്പോൾ 1 കപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വിപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡബിൾ ആകും. അപ്പോൾ നമുക്ക് വിപ്പ് ചെയ്യുന്നതിന് മുന്നേ അടിച്ച് പതപ്പിക്കുന്നതിന് മുമ്പ് 1 കപ്പ് വേണം, അത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താ, 1 ടേബിൾ സ്പൂൺ ജലറ്റിനിൽ ഐസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരൽപ്പം ഒഴിക്കാം. ഏതാണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. ഇനി അടുപ്പ് കത്തിച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാകട്ടെ. വെള്ളം നമ്മൾ തിളച്ചു തുടങ്ങി. ഇനി ഇതിലേക്ക് ജലറ്റിൻ നല്ലതായിട്ട് ഉരുകി വരണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ജലറ്റിൻ നമ്മൾ ഐസ് വാട്ടർ ഒഴിച്ച് വെച്ചിരുന്നു. അത് നല്ലതായിട്ട് കുതിർന്നു കഴിഞ്ഞു. ഇനി ചൂടുവെള്ളത്തിൻ്റെ മുകളിലിരുന്ന് അത് അലിഞ്ഞോടും. പെട്ടെന്ന് തന്നെ തേൻ പോലെ ഇങ്ങനെ അലിഞ്ഞൊരു ട്രാൻസ്പെറൻറ്റ് കളറിൽ വരും. അപ്പോൾ നമ്മളുടെ ആപ്പിൾ പ്യൂറി ഇവിടെ റെഡിയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മൂസാണ്. പെട്ടെന്ന്, വളരെ ഫാസ്റ്റ്. ഈ ആപ്പിൾ വേകുന്ന സമയം, അരയ്ക്കുന്ന സമയം അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് അത് ചൂടോടുകൂടി അങ്ങനെ മെൽറ്റഡ് ആയിട്ടിരിക്കട്ടെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്യണം. കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഒരു ബ്ലെൻഡർ ഉപയോഗിച്ച്, ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ആപ്പിൾ മൂസിൻ്റെ മെയിൻ സ്റ്റേജാണിത്. അപ്പോൾ ഈ ആപ്പിൾ പ്യൂറിയിലേക്ക് മെൽറ്റഡ് ജലാറ്റിൻ, അലിഞ്ഞ ജലാറ്റിൻ ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ, ഒരു 3 ടേബിൾ സ്പൂൺ ഐസ് വാട്ടറിൽ കുതിർത്ത ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് അലിയിച്ചെടുത്തതാണ്. നന്നായിട്ടൊന്ന് ഈ ആപ്പിൾ പ്യൂറിയുടെ കൂടെ
യോജിക്കട്ടെ. അപ്പോൾ ഇതിലിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ ഒരു മധുരം മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി വേണമെങ്കിൽ ആകാം. പക്ഷേ നമ്മളുടെ വിപ്പിംഗ് ക്രീം നല്ല സ്വീറ്റാണ്, മധുരമുള്ള സ്വീറ്റ് ആൻഡ് വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മധുരത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു വ്യത്യാസം കാണിച്ചത്. പക്ഷേ മധുരം എത്ര വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. 2 ടേബിൾ സ്പൂൺ മുതൽ 4-5 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ നമ്മളുടെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. 1 കപ്പ് വിപ്പിംഗ് ക്രീം. ഇത് നമ്മളുടെ ആപ്പിൾ പ്യൂറി, അതിനോടൊപ്പം ജലാറ്റിൻ 1 ടേബിൾ സ്പൂൺ അലിയിച്ച് ചേർത്തു. ആപ്പിൾ പ്യൂറി എല്ലാം കൂടി ചേർത്ത് ഒരു 2.5-3 കപ്പോളം ഉണ്ട്. 2.25 കൂടുതലുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 3 കപ്സ്. ഇനി വേണമെങ്കിൽ ഇതൊരു ആപ്പിളല്ലേ, ഇത് നാച്ചുറൽ കളറാണെങ്കിൽ ഒരു വൈറ്റിഷ് ആയിട്ട് തന്നെ ഇരിക്കും, ഒരു അത്രയും വലിയ കളർ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചെറിയൊരു ആപ്പിൾ ഗ്രീൻ കളർ വേണമെങ്കിൽ കൊടുക്കാം. ഒരു ലൈറ്റായിട്ടൊരു ഗ്രീൻ കളർ, നാച്ചുറൽ ഫുഡ് കളർ, പെർമിറ്റഡ് ഫുഡ് കളേഴ്സ് ഏതെങ്കിലും ഒരു ജെൽ കളറ് കൊടുത്താൽ മതി. ഇതിലും കുറച്ചുകൂടി ലൈറ്റർ ആകും നമ്മളിതിന് ക്രീമും കൂടി ചേർക്കുന്നു. ഇതിലേക്ക് whipped cream. നമ്മളിതിലേക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളറായി വരികയാണ്. ആ വിപ്പിംഗ് ക്രീമും കൂടി ചേർന്ന് നമ്മുടെ മൂസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. ആപ്പിൾ മൂസ്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ആപ്പിൾ എസൻസും കൂടി വേണമെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ വാനില എസൻസ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ, നാച്ചുറൽ ആപ്പിൾ ടേസ്റ്റും ഫ്ലേവറുമാണ്, എങ്കിലും ഒരു ആഡഡ് ഫ്ലേവറിന് കുറച്ചുകൂടി കിട്ടാനായിട്ട് ഒരു ആപ്പിൾ എസൻസ് ചേർക്കാം. ഇപ്പോൾ വളരെ ലൈറ്റായിട്ടൊരു ഗ്രീൻ അല്ലേ ഉള്ളൂ ഇപ്പോൾ കളറ്, അതിനനുസരിച്ചിട്ട് മാത്രം ഒരു കളറിങ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഞാൻ ജെൽ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫ്ലഫിനെസ് കളയാണ്ട് തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റും പുഡിംഗ് ഡിഷിൽ. അങ്ങനെ നമ്മളുടെ ആപ്പിൾ മൂസ് റെഡി. ഇനി വേറെ ഒന്നുമില്ല, ഇത് സെറ്റായാൽ മാത്രം മതി. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് സെറ്റാകും. സെറ്റായി കഴിഞ്ഞാൽ അതിൽ നിന്നും നല്ല ഷേപ്പ് ചെയ്തിട്ട് സ്ക്വയറോ റെക്റ്റാങ്കിളോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റുന്നു. ഇത് തണുക്കാൻ ഇച്ചിരി സമയം എടുക്കും, ഇതൊന്ന് ഉറച്ച് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ആപ്പിൾ മൂസ് ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞു. കുറച്ചുകൂടി സെറ്റായാൽ മാത്രമേ എനിക്കിത് കട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ സമയക്കുറവ് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കറക്റ്റ് സമയം കൊടുത്ത് പെട്ടെന്ന് ഫ്രീസറിൽ വെച്ച് കുറച്ച് 1/4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് സെറ്റാകും. അല്ലെങ്കിൽ താഴത്തെ തട്ടിൽ വെച്ച് കുറച്ചുകൂടി സമയം കൊടുത്ത് സെറ്റാക്കി എടുക്കുക. ഇഷ്ടത്തിനുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ഒരു സ്വാദുള്ളൊരു കാര്യമാണ് ടൊമാറ്റോ ഷോർബ. അതൊരു വളരെ ലൈറ്റായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ കഴിക്കുമ്പോൾ ഒരു സുഖമാണ്. അതിങ്ങനെ കുടിച്ച് കഴിയുമ്പോൾ നല്ല ചൂടോടുകൂടി കുടിക്കുമ്പോൾ എന്താ രസം അറിയാം. അപ്പോൾ അത് പരീക്ഷിക്കണം. പിന്നെ രണ്ടാമത് കാണിച്ചതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മൂസാണ്, ആപ്പിൾ മൂസ്. അപ്പോൾ അതും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ഹബിലൂടെ കാണാം.